ഇന്ത്യയിലെ മുഗൾ സാമ്രാജ്യം വന്നു. ഔറംഗസീബ് ക്ഷേത്രം പൊളിച്ചു എന്ന് പറഞ്ഞ് വേറൊരു ആരോപണം. ശുദ്ധ കള്ളമാണ്. ഔറംഗസീബിന്റെ കാലത്ത് 700 കൊല്ലം ഇസ്ലാം ഭരിച്ച ഒരു സ്ഥലത്ത് 3 ലക്ഷം ക്ഷേത്രം ഇപ്പോഴും യുപിയിലുണ്ട്. അവിടെ ഒരു ക്ഷേത്രവും താർത്തിട്ടില്ല. വാളുപയോഗിച്ച് മതം വളർത്തിയിരുന്നെങ്കിൽ 19% പേര് മുസ്ലിങ്ങളാവത്തില്ലായിരുന്നു ഉത്തരേന്ത്യയിൽ. 750 കൊല്ലം ഗുജറാത്ത് മുസ്ലിങ്ങൾ ഭരിച്ച് അവിടെ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 6%. ബലം പ്രയോഗിച്ച് മതം വളർത്തിയിരുന്നെങ്കിൽ ഗുജറാത്തിൽ ഇപ്പൊ 50% മുസ്ലിങ്ങൾ കാണണ്ടേ. ടിപ്പുവിന്റെ വീടിനോട് ചേർന്നൊരു ക്ഷേത്രം പണിഞ്ഞു ടിപ്പു ഈ ഉണ്ണിച്ചാറായിക്ക് പ്രാർത്ഥിക്കാനായിട്ട്. 120ഓളം ക്ഷേത്രങ്ങൾ പുതുക്കി പണിയാൻ ടിപ്പു പൈസ കൊടുത്തു. ടിപ്പു പൊളിച്ച ക്ഷേത്രമുണ്ട്. ഇതിനൊന്ന് ഏത് ക്ഷേത്രം കാണിച്ചു തരാൻ പറഞ്ഞ മലബാറിലൊരിക്കൽ പ്രസംഗിച്ചു. ഒരു ക്ഷേത്രവും ഇല്ല. അപ്പൊ ഇതൊക്കെ കള്ളപ്രചരണമാണ്. ഇസ്ലാം മതം ഭരിക്കുന്ന സ്ഥലത്ത് എല്ലാ മതക്കാർക്കും തുല്യ പ്രാധാന്യത്തോടുകൂടി ജീവിക്കാൻ സമ്മതിച്ചു. പരിശുദ്ധ പ്രവാചകനായ നബി തിരുമേനിയെ പറ്റി പഠിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറഞ്ഞു വരുത്തിയ കുറേയേറെ കള്ളങ്ങളുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ നിങ്ങളോടൊന്ന് പറയാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ മുഗൾ സാമ്രാജ്യം വന്നു. അക്ബർ ചക്രവർത്തി പ്രസവിച്ചുവെന്ന് എവിടെയാണ്? ഉമർകോട്ടിലെ രാജാവ്, ഹിന്ദു രാജാവിൻ്റെ കൊട്ടാരത്തിൽ. അക്ബർ ചൗധരിയുടെ പ്രധാന ഭാര്യ ജോധാബായി. ജോധാബായി ഇസ്ലാം ആവണമെന്ന് അക്ബർ ആവശ്യപ്പെട്ടില്ല. അക്ബറുടെ പ്രധാന ഭാര്യ ജോധാബായി ഹിന്ദുവാണ്. അവൾ ഇസ്ലാം ആവണമെന്ന് അക്ബർ പറഞ്ഞില്ല. ഞാൻ ഫത്തേപൂർ സിക്രി പോയിട്ടുണ്ട്. അക്ബറുടെ വീടിനോട് ചേർന്ന് ഒരു ക്ഷേത്രം പണിഞ്ഞു കൊടുത്തു അക്ബർ. ജോധാബായിക്ക് അധികം ദൂരം നടക്കാതെ പ്രാർത്ഥിച്ച് തിരിച്ചു വരാൻ. ആ ഹിന്ദു സ്ത്രീ പ്രസവിച്ച മോനാണ് ജഹാംഗീർ. ജഹാംഗീറിനാണ് അക്ബർ ചക്രവർത്തിയാക്കിയത്. മുസ്ലിം സ്ത്രീകൾ പ്രസവിച്ച 4 മക്കൾ വരെ ഉണ്ടായിരുന്നല്ലോ. അവരെ വേണേൽ അക്ബർക്ക് രാജാവാക്കാൻ പാടില്ലായിരുന്നു. ആക്കിയില്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചീത്ത വിളിച്ച് കേട്ടുള്ള മനുഷ്യനാണ് ഔറംഗസീബ്. ഔറംഗസീബിന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? തേജ് ബഹാദൂർ. ഹിന്ദുവാണ്. അക്ബറുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ബീർബൽ. ബ്രാഹ്മണനാണ്. അക്ബറുടെ ധനാര്യമന്ത്രി ആരായിരുന്നു? രാജാ തോണ്ടർമാൽ. വൈശ്യനാണ്. അക്ബറുടെ സേനാനായകൻ ആരാണ്? രാജാ മാൻസിംഗ്. അദ്ദേഹം രജപുത്രനാണ്. അക്ബറുടെ സൈന്യത്തിന്റെ 80% ഹിന്ദുക്കളാണ്. ഔറംഗസീബിന്റെ സൈന്യത്തിന് 80% ഹിന്ദുക്കളാണ്. ഔറംഗസീബ് രാജാവായിരുന്ന 50 വർഷം അദ്ദേഹം ഖജനാവിൽ നിന്ന് 1 രൂപ പോലും എടുത്തില്ല. 1 രൂപ പോലും. അദ്ദേഹം തൊപ്പി തുന്നി ഖുറാൻ പകർത്തി എഴുതി അത് വിറ്റ് ആ പൈസ കൊണ്ട് ആ മനുഷ്യൻ ജീവിച്ചിട്ടുള്ളൂ. രാജ്യത്തിന്റെ 1 പൈസ എടുത്തിട്ടില്ല. ഇസ്ലാമിന്റെ വിരുദ്ധരെല്ലാം കൂടെ ഔറംഗസീബ് ഹിന്ദുക്കൾക്ക് എതിരെ എന്തോ അടിച്ച് ചുമത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും അടിച്ച് പ്രസംഗിക്കുന്ന നിങ്ങൾ കേട്ടിട്ടില്ലേ? ശുദ്ധ കള്ളമാണ്. ഔറംഗസീബ് ക്ഷേത്രം പൊളിച്ചു എന്ന് പറഞ്ഞ് വേറൊരു ആരോപണം. ഔറംഗസീബിന്റെ കാലത്ത് 700 കൊല്ലം ഇസ്ലാം ഭരിച്ച ഒരു സ്ഥലത്ത് 3 ലക്ഷം ക്ഷേത്രം ഇപ്പോഴും യുപിയിലുണ്ട്. അവിടെ ഒരു ക്ഷേത്രവും താർത്തിട്ടില്ല. ഔറംഗസീബിന്റെ സൈന്യത്തില് 85% ഹിന്ദുക്കളാ. അവരോട് ക്ഷേത്രം വിളിക്കാൻ പറഞ്ഞ് അവരെല്ലാം കൂടെ ഔറംഗസീബിനെ തല്ലിക്കൊല്ലും. അല്ലാതെ ക്ഷേത്രമൊന്നും വിളിക്കില്ല. അവർ ഭൂരിപക്ഷം ഹിന്ദുക്കളുള്ള ഒരു രാജ്യമാണ്. ഔറംഗസീബ് മരിക്കുമ്പോൾ മുഗൾ സാമ്രാജ്യത്തിലെ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 1%. 99% അമുസ്ലിങ്ങളാണ്. വാളുപയോഗിച്ച് മതം വളർത്തിയിരുന്നെങ്കിൽ 19% പേര് മുസ്ലിങ്ങളാവത്തില്ലായിരുന്നു ഉത്തരേന്ത്യയിൽ. മുസ്ലിം ആയാലേ സർക്കാർ സർവീസ് കയറത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഔറംഗസീബ് ചാവുമ്പോൾ 1% ആവുമോ? ഔറംഗസീബ് 1707 മരിച്ചിട്ട് പിന്നെ കഴിഞ്ഞ 250 വർഷം കൊണ്ടാണ് മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 14% ആയത്. 750 കൊല്ലം ഗുജറാത്ത് മുസ്ലിങ്ങൾ ഭരിച്ച് അവിടെ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 6%. ബലം പ്രയോഗിച്ച് മതം വളർത്തിയിരുന്നെങ്കിൽ ഗുജറാത്തിൽ ഇപ്പൊ 50% മുസ്ലിങ്ങൾ കാണണ്ടേ. അങ്ങനെ മുസ്ലിങ്ങൾ ബലം പ്രയോഗിച്ച് മതം വളർത്തിയെന്ന് ശുദ്ധ കള്ളാണ്. ശുദ്ധ നിഴൽക്കാത്താണ്. ടിപ്പു സുൽത്താന്റെ ഭാര്യ ആരാണ്? വടകരക്കാരി നായർ സ്ത്രീ ഉണ്ണിച്ചാറ മുസ്ലിമാണ്. ടിപ്പു പറഞ്ഞോ? ഇല്ല. ഞാൻ ശ്രീരംഗപട്ടണത്ത് പോയിട്ടുണ്ട്. ടിപ്പുവിന്റെ വീടിനോട് ചേർന്നൊരു ക്ഷേത്രം പണിഞ്ഞു ടിപ്പു ഈ ഉണ്ണിച്ചാറായിക്ക് പ്രാർത്ഥിക്കാനായിട്ട്. ഉണ്ണിച്ചാറ ഹിന്ദുവായി തന്നെ ജീവിച്ച് മരിച്ചു. 120ഓളം ക്ഷേത്രങ്ങൾ പുതുക്കി പണിയാൻ ടിപ്പു പൈസ കൊടുത്തു. ടിപ്പു പൊളിച്ച ക്ഷേത്രമുണ്ട്. ഇതിനൊന്ന് ഏത് ക്ഷേത്രം കാണിച്ചു തരാൻ പറഞ്ഞ മലബാറിലൊരിക്കൽ പ്രസംഗിച്ചു. ഒരു ക്ഷേത്രവും ഇല്ല. അപ്പൊ ഇതൊക്കെ കള്ളപ്രചരണമാണ്. ഇസ്ലാം മതം ഭരിക്കുന്ന സ്ഥലത്ത് എല്ലാ മതക്കാർക്കും തുല്യ പ്രാധാന്യത്തോടുകൂടി ജീവിക്കാൻ സമ്മതിച്ചു. ഒരിക്കൽ പ്രവാചകൻ പ്രാർത്ഥിക്കാൻ തുടങ്ങാണ്. അപ്പോൾ അവിടെ ചർച്ചയ്ക്ക് വന്ന യഹൂദനും ക്രിസ്ത്യാനിയും പറഞ്ഞു, ഞങ്ങൾ പുറത്തു പോയി നിൽക്കുക, അങ്ങ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വരാമെന്നു. പ്രവാചകൻ നിങ്ങളൊക്കെ പോണ്ട, നിങ്ങൾ അങ്ങോട്ട് മുട്ടുകുത്തി പാച്ചോളൂ, ഞാൻ മക്കയിലോട്ട് നോക്കാം, നിങ്ങൾ ജെറുസലേമിലോട്ട് നോക്കി പാച്ചോളാമോ. ഒരേ സ്ഥലത്ത് പ്രവാചകനും യഹൂദ നേതാവും ക്രിസ്ത്യാനിയുടെ ബിഷപ്പും ഒരുമിച്ച് പ്രാർത്ഥിച്ച്
ഇതാണ് പ്രവാചകൻ കാണിച്ചത് മാതൃക. മതനിരപേക്ഷതയുടെ സെക്കുലറിസത്തിൽ മാറുക, മനുഷ്യാവകാശത്തിന്റെ വലിയ മാതൃക കൃത്യമായി പ്രവാചകൻ കാണിച്ചു തരികയാണ്. മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ പ്രവാചകൻ ഒഴിവാക്കി. അത് അതിശ്രദ്ധേയമായ ഒരു നിയമസംഹിതയാണ്. AD 622 പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. അവിടെ ചെന്ന് ഭരണാധികാരി. മെദീനയുടെ പഴയ പേര് യാത്രിബ് എന്നാണ്. യാത്രിബ് ചെന്നിട്ട് പ്രവാചകൻ ഇവിടെ ചെല്ലുമ്പോൾ മെദീനയുടെ ആകെ ജനസംഖ്യ 11,500 അതിൽ 1,500 പേര് മുസ്ലിങ്ങളാണ്, 2,000-ലേറെ പേര് യഹൂദന്മാരാണ്, 3,000-ലേറെ പേര് ക്രിസ്ത്യാനികളാണ്, ഒരു 2,000 പേര് നീഗ്രോസൊക്കെ ഉൾപ്പെടെയുള്ള പേഗൻസ് അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളെന്ന് ഇസ്ലാം ഉപയോഗിക്കുന്ന വാക്കാണ്, അവരാണ്. പ്രവാചകൻ മെദീന ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസിദ്ധമായ ഒരു ഭരണഘടനയാണ് യാത്രീബ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ മെദീന ഡോക്യുമെന്റ് ആണ് വിളിക്കുന്നത്. എൻ്റെ അതിൻ്റെ ഒരു കോപ്പി ഇരിപ്പുണ്ട്. അതിൻ്റെ ഫസ്റ്റ് സെന്റൻസ് തുടങ്ങുന്നത് ശ്രദ്ധേയമായ വാചകത്തിലാണ്. യാത്രീബിൽ താമസിക്കുന്ന യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ബഹുദൈവ വിശ്വാസികൾക്കും മുസ്ലിങ്ങൾക്കും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കാനുള്ള അവകാശം ഞാൻ നൽകുന്നു. ലോകത്തിൽ ആദ്യമായി മതങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാ മതങ്ങളും തുല്യ പ്രാധാന്യം കൊടുത്തു. 7 വർഷത്തെ ഭരണത്തിന് ശേഷം പ്രവാചകൻ തിരിച്ച് മക്കയ്ക്ക് വരുമ്പോൾ അവിടുത്തെ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 1,700 പേര് വന്നിട്ടുണ്ട്. അത്ര വന്നിട്ടുള്ളൂ. എല്ലാ മതങ്ങളും സ്വസ്ഥമായി അവിടെ ജീവിച്ചു. യഹൂദന്മാരെ ലോകം മുഴുവൻ 2,000 ക്രിസ്ത്യാനികൾ കൊന്നൊടുക്കി. ഫെർണാൻഡ് റിസവല 2 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി. ഹിറ്റ്ലർ 60 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി. നെപ്പോളിയന്റെ ഭരണകാലത്ത് 5 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി. പക്ഷെ യഹൂദന്മാരെ 2000 കൊല്ലം സംരക്ഷിച്ചത് മുസ്ലിങ്ങളാണ്. ഖലീഫ ഉമർ ജെറുസലേം പിടിച്ചടക്കി. ഖലീഫ ഉമർ ജെറുസലേം പിടിച്ചടക്കിയിട്ട് AD 638 ജെറുസലേമിൽ വന്നു. ജെറുസലേമിൽ വന്നപ്പോൾ സോഫ്രോണിയസ് എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു അവിടെ. ബിഷപ്പ് പറഞ്ഞു, ഞാൻ ഖലീഫയോട് നേരിട്ട് സംസാരിച്ചൊരു എഗ്രിമെന്റിൽ എത്തണമെന്ന് പറഞ്ഞു. ഖലീഫ എവിടെ? അപ്പോൾ തൊട്ടടുത്ത് ഒരാൾ പറഞ്ഞു, ഞാനാണ് ഖലീഫ എന്ന് പറഞ്ഞു. കുതിരപ്പുറത്ത് ഇടയ്ക്ക് അദ്ദേഹം വരും, അല്ലെങ്കിൽ വേറൊരാൾ കയറി അദ്ദേഹം നടന്നു വരും കുതിരയുടെ കൂടെ, ഒട്ടകത്തിൻ്റെ കൂടെ. ഇദ്ദേഹത്തെ സോഫ്രോണിയസ് ബിഷപ്പിന് മനസ്സിലായില്ല ഇത് ഉമറാണ്, ഖലീഫ ഉമറാണ്. ഖലീഫ ഉമർ അവർ വന്നിട്ട് ആദ്യം ചോദിച്ചു, ഈ യഹൂദന്മാരുടെ ക്ഷേത്രം എവിടെയാണ്? ഈ സലോമോൻ രാജാവ് പണിഞ്ഞ ക്ഷേത്രം. അപ്പോൾ അവരോടും സലോമോൻ രാജാവിന് പണിഞ്ഞ ക്ഷേത്രം നശിപ്പിച്ചിട്ട് പിന്നെ പുനർനിർമ്മിച്ചിരുന്നു. റോമാക്കാർ നശിപ്പിച്ച ജെറുസലേം പള്ളി ഇവിടെയാണെന്ന് പറഞ്ഞു. ഖലീഫ അവിടെ വന്നിട്ട് പറഞ്ഞു, ഈ ജെറുസലേം പള്ളി ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. ക്ലീൻ ചെയ്ത് ശുദ്ധിയാക്കണം. അപ്പോൾ വാങ്ക് വിളിച്ചു. ഖലീഫ ഉമർ പറഞ്ഞു, ഞാനൊരു കുറച്ച് ദൂരെ പോയി പാചകം തിരിച്ചുവരാന്ന്. അവിടുത്തെ പറഞ്ഞു, അങ്ങേക്ക് ഇവിടെ അങ്ങ് ചെയ്ത് നിസ്കരിച്ചൂടെ? ഉമർ പറഞ്ഞു, അതല്ല, ഞാനിവിടെ നിസ്കരിച്ചാൽ ഖലീഫ ഉമർ നിസ്കരിച്ച ഈ സ്ഥലം നാളെ ഒരു മുസ്ലിം പള്ളിയായിട്ട് മാറും, അത് ശരിയല്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ നിന്ന് ഒരു 500 മീറ്റർ അകലെ പോയി ഇപ്പോഴത്തെ അൽ-അഖ്സ മോസ്ക് നിൽക്കുന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. അവിടെയാണ് അൽ-അഖ്സ മോസ്ക് വന്നത്. യഹൂദന്മാരുടെ ആരാധനാലയം സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം അവിടുന്ന് മാറി പ്രാർത്ഥിച്ചു. അത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം ക്ലീൻ ചെയ്യാൻ പറഞ്ഞ ആളുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഖലീഫ ഉമർ വസ്ത്രമൊക്കെ കൂട്ടിക്കെട്ടി അദ്ദേഹവും മണ്ണ് ചുമ്മി തലയെ കൊണ്ടിരുന്ന് ദൂര സ്ഥലത്ത് ഇടാൻ തുടങ്ങി. കണ്ടുവന്നൊരു സോഫ്രോണിയസ് ബിഷപ്പ് പോലും അമ്പരന്ന് പോയി. അദ്ദേഹം പറഞ്ഞു, വിശുദ്ധമായ സുലൈമാൻ പണിഞ്ഞ ദേവാലയം അത് പുനഃസ്ഥാപിക്കേണ്ടത് ഇസ്ലാമിന്റെ ജോലിയാണ്. യഹൂദന്മാർക്ക് കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രാർത്ഥിക്കാം, ഒരു പ്രശ്നമില്ല. സുഖമായിട്ട് അദ്ദേഹം അവർക്ക് പ്രാർത്ഥനാ സ്വാതന്ത്ര്യം കൊടുത്തു. ഇസ്ലാമിക എംപയർ അവിടെ വരുമ്പോൾ മുസ്ലിങ്ങൾ ആ എംപയറിൽ 5% ജനങ്ങളെ ഉള്ളൂ. 60% ഇസ്ലാമിക രാജ്യത്ത് ക്രിസ്ത്യാനികളാണ്. 15% പേര് ബുദ്ധമതക്കാരാണ്. അവരെല്ലാം ഇസ്ലാം പരിപൂർണമായി സംരക്ഷിച്ചു. അന്തോക്കിയയിലെ പാത്രഗീസ് 1500 കൊല്ലമായിട്ട് ഇസ്ലാമിക ഭരണത്തിലാണ്. പാത്രഗീസിന് ഒരു കുഴപ്പമില്ല, പാത്രഗീസിലുള്ള ബിഷപ്പ്മാർക്കൊരു കുഴപ്പമില്ല. അവിടുത്തെ പള്ളികളെല്ലാം സംരക്ഷിക്കപ്പെടുന്നു. ഈജിപ്തിൽ ഇസ്ലാം ഭരിക്കാൻ തുടങ്ങി 1400 കൊല്ലമായി. കോപ്റ്റിക് പാത്രഗീസിനോ അലക്സാണ്ട്രിയൻ പാത്രഗീസിനോ ഒരു കുഴപ്പമില്ല. 120 ബിഷപ്പന്മാരുമായി ഈജിപ്തിലെ ജനസംഖ്യയിൽ 20% ജനങ്ങളുമായി ക്രിസ്ത്യാനികൾ സുഖമായിട്ട് ഈജിപ്തിൽ താമസിക്കുന്നു. 1400 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. ക്രിസ്ത്യാനികളെ സംരക്ഷിച്ചു, യഹൂദന്മാരെ സംരക്ഷിച്ചു. മതപരമായ വ്യത്യാസം ഇസ്ലാം കാണിച്ചില്ല. ഹറൂൺ അൽ റഷീദ് ഇസ്ലാമിലെ പ്രമുഖനായ രാജാവാണ്. ചക്രവർത്തി ഹറൂൺ അൽ റഷീദിന്റെ പ്രധാനമന്ത്രി ക്രിസ്ത്യാനിയാണ്, മുസ്ലിം അല്ല. പിന്നെ പ്രവാചകൻ കയറി
ഓപ്പറേറ്റ് ചെയ്തത് 11ാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് രാഷ്ട്രീയത്തിലാണ്, ഭരണക്രമത്തിലാണ്. പ്രവാചകൻ ഉണ്ടാക്കിയ ഭരണക്രമം ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന ഭരണക്രമമാണ്. തിരുവിതാംകൂർ ഒരിക്കലും മുസ്ലിങ്ങൾ ഭരിച്ചിട്ടില്ല. കണ്ണൂരിലെ അറക്കൽ ബീവിയുടെ ഒരു രാജവംശം ഉണ്ടായിരുന്നു. ഈ രാജവംശം ഇവിടെ ഇങ്ങനെ മുസ്ലിങ്ങളോട് നിൽക്കുമ്പോൾ ഈ മുസ്ലിങ്ങളെ കൊണ്ടുവന്നൊരു ഭരണക്രമമാണ്. അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ രാജാവ് കഴിഞ്ഞാൽ 2ാം സ്ഥാനം ദിവാനായിരുന്നു. ദിവാൻ പേഷ്കാ. എവിടെ നിന്ന് വന്നു ദിവാൻ? ദിവാൻ എന്ന് പറഞ്ഞ പ്രവാചകൻ ഉണ്ടാക്കിയതാണ്. 2ാമൻ അർത്ഥമുള്ള ദിവാൻ. പേഷ്കാർ എന്നുള്ള വാക്ക് എവിടെ നിന്ന് വന്നു? ഇസ്ലാമിൽ നിന്ന് വന്നാണ്. പേഷ്കുഷ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ കരം. പേഷ്കുഷ് ഭരിക്കുന്നവൻ പേഷ്കാർ. ഇംഗ്ലീഷുകാർ ആ പേഷ്കാറിനെ ഇംഗ്ലീഷിനോട് തർജ്ജമ ചെയ്തു കളക്ടർ ഓഫ് ടാക്സസ് ആക്കി. പിന്നെ ഈ IASകാർക്ക് ഓഫ് ടാക്സസ് വലിയ നാണക്കേട്. അവർ ആ ഓഫ് ടാക്സ് അങ്ങ് വെട്ടി. അങ്ങനെയാണ് കളക്ടറായി രൂപാന്തരപ്പെടുന്നത്. കളക്ടർ പ്രവാചകൻ ഉണ്ടാക്കിയതാണ് പേഷ്കാർ. നമ്മൾ ഡിസ്ട്രിക്റ്റിനെ വിളിക്കുന്ന പേരാണ് ജില്ല. പത്തനംതിട്ട ജില്ല, കോട്ടയം ജില്ല. ഈ ജില്ല എവിടുന്ന് വന്നു? ജില്ല ഇസ്ലാമിൽ നിന്നാണ്. സില്ല പ്രോവിൻസ് എന്നർത്ഥമുള്ള അറബി ഭാഷയിൽ പ്രവാചകൻ തുടങ്ങി വെച്ച സില്ല, അതാണ് നമ്മുടെ ജില്ലയായി രൂപാന്തരപ്പെട്ടത്. ഇനി ജില്ലകളെ എന്ത് ചെയ്തു? താലൂക്കായി വിഭജിച്ചു. എവിടുന്ന് വന്നു ഈ താലൂക്ക്? താലൂക്ക് അറബി ഭാഷയാണ്. താലൂക്ക് സബ് പ്രോവിൻസ്. താലൂക്ക് ഭരിക്കാനൊരു പോസ്റ്റ് ഉണ്ടായി ഇന്ത്യയിലും കേരളത്തിലും. തഹസീൽദാർ. എവിടുന്ന് വന്നു ഈ തഹസീൽദാർ? തഹസീൽദാർ അറബിയാണ്. തഹസലദാർ. ഹസാല എന്ന് പറഞ്ഞാൽ കളക്ട്. തഹസലദാർ എന്ന് പറഞ്ഞാൽ വൺ ഹു കളക്ട് ടാക്സസ്. പ്രവാചകൻ തുടങ്ങി വെച്ചാണ് ഈ തഹസീൽദാർ. കോടതി ചെന്നാലോ കോടതിയിലെ ജഡ്ജി മുൻസിഫ്. എവിടെ നിന്ന് ഈ മുൻസിഫ്? അറബി ഭാഷ എന്നാണ് മുൻസിഫ്. ഇസ്ലാം മതം തുടങ്ങി വെച്ചാണ് മുൻസിഫ്. കോടതി ചെല്ലുമ്പോൾ വക്കീൽ. എവിടെ നിന്ന് ഈ വക്കീൽ? അഡ്വക്കേറ്റിന് വക്കീൽ എന്നുള്ള വാക്ക്. വക്കീലിന് അറബി ഭാഷയാണ്. അഡ്വക്കേറ്റിന് നമ്മൾ വിളിക്കുന്ന പേരുണ്ടല്ലോ വക്കീൽ, അറബി ഭാഷയാണ്. പോലീസിക്ക് അറിയാലോ, പോലീസിന്റെ അതിവിന്റെ പേരായിരുന്നു അമിനാദാർ. ആ മീൻ എന്ന് പറഞ്ഞ അറബി ഭാഷയാണ്. പ്രൊട്ടക്ട് അമിനാദാർ, വൺ ഹു പ്രൊട്ടക്ട് അതേഴ്സ്. കോടതി നമ്മുടെ വീട്ടിലോട്ട് ആമീനെ അയക്കുക. അവിടെ നിന്ന് കൊണ്ടുവന്ന ആമീൻ. ആമീൻ അറബി ഭാഷയാണ്. പ്രവാചകൻ ഉപയോഗിച്ച വാക്കാണ് ആമീൻ. അവിടെ നിന്നാണ് അമിനാദാർ. പോലീസ് ചീഫ്. പോലീസിലും പട്ടാളത്തിലും കയറിയാൽ ഹവിൽദാർ, സുബേദാർ, ജമേദാർ. ഇത് മുഴുവൻ അറബിയാണ്. ഇത് മുഴുവൻ പ്രവാചകൻ ഉണ്ടാക്കി വെച്ച വർണ്ണക്രമമാണ്. മാർച്ച് 31 നമ്മുടെ വില്ലേജ് ഓഫീസിലെല്ലാം ജമാബന്ദി ചെയ്യും. എന്താണ് ഈ ജമാബന്ദി? അറബി ഭാഷയാണ്. ക്ലോസർ ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട് സെറ്റിൽ ചെയ്യും. അതാണ് ജമാബന്ദി എന്ന് പറയുന്നത്. കരാറിൽ ഏർപ്പെട്ടു. എവിടെ നിന്ന് ഈ കരാർ? കരാർ അറബി ഭാഷയാണ്. കരാറിൽ ഏർപ്പെടുക. റദ്ദ് ചെയ്യുക. കരാർ റദ്ദ് ചെയ്തു. റദ്ദ് എവിടെ നിന്ന് വന്നു? റദ്ദ് അറബി ഭാഷയാണ്. പ്രവാചകൻ ഉണ്ടാക്കിയതാണ്. കരാർ ഏർപ്പെടുകയും റദ്ദ് ചെയ്യുകയും ചെയ്യും. ജമാബന്ദി ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ദൈനംദിന ഭരണക്രമം കംപ്ലീറ്റ് പ്രവാചകൻ ഉണ്ടാക്കിയ ഇസ്ലാമിന്റെ ഭരണക്രമമാണ്. പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ നമ്മൾ മുസ്ലിം ഭരിക്കാത്ത തിരുവിതാംകൂറിൽ പോലും നമ്മൾ ഫോളോ ചെയ്യുന്നത്, ഉത്തരേന്ത്യ മുഴുവൻ ഫോളോ ചെയ്യുന്നത് ഈ പറയുന്ന അറബികൾ ഉണ്ടാക്കിയ, പ്രവാചകൻ ഉണ്ടാക്കിയ ഭരണക്രമമാണ്. അതുകൊണ്ട് കെട്ടുറപ്പുള്ള ഒരു ഭരണക്രമം ഉണ്ടായി പ്രവാചകന്റെ ഭരണ പരിഷ്കാരം. 12ാമത് പ്രവാചകൻ കയറി തൊട്ടത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് രസകരമായി പ്രവാചകൻ എക്കണോമിക് സിസ്റ്റം മാറ്റിയെടുത്തു. പ്രവാചകൻ പറഞ്ഞു, ഉസൂർ ഈസ് പ്രൊഹിബിറ്റഡ് ഇൻ ഇസ്ലാം. പലിശ കൊടുക്കൂ, പലിശ വാങ്ങിക്കുകയെന്ന് ഇസ്ലാം നിരോധിച്ചു. പ്രവാചകൻ പറഞ്ഞു, ആരാണ് ഈ പണം കടം കൊടുക്കുന്നത്? കയ്യിൽ ഇഷ്ടം പോലെ പണമുള്ളവൻ. ആരാണ് ഈ പണം കടമെടുക്കുന്നത്? പാവപ്പെട്ടവൻ. അപ്പൊ ഈ പാവപ്പെട്ടവൻ വാങ്ങിച്ച പണത്തിന് അവൻ പലിശ തിരിച്ചു കൊടുത്താൽ പണക്കാരൻ വീണ്ടും പണക്കാരനായിക്കൊണ്ടിരിക്കും, പാവപ്പെട്ടവൻ വീണ്ടും ദാരിദ്ര്യത്തിൽ ഒപ്പിക്കൊണ്ടിരിക്കും. പ്രവാചകൻ പറഞ്ഞു, പലിശ എന്ന് പറഞ്ഞ പരിപാടി ഇസ്ലാമിലില്ല. സൗദി അറേബ്യ ചെന്ന് 100 രൂപ ബാങ്കിലിട്ടാൽ 50-10 കൊല്ലം കഴിഞ്ഞ് എടുത്താൽ 100 രൂപ കിട്ടത്തുള്ളൂ, പലിശ ഒന്നും കിട്ടത്തില്ല. അപ്പൊ എന്ത് പറ്റി? പണം കുമിഞ്ഞുകൂടി കോടീശ്വരന്മാരുണ്ടാകുന്ന പരിപാടി ഇസ്ലാം നിരോധിച്ചു. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയിലെ 1% ജനങ്ങളുടെ കയ്യിലായിരുന്നു 56% സ്വത്ത്. 2000 ആണ്ട് കഴിഞ്ഞപ്പോൾ 1% ജനങ്ങളുടെ കയ്യിൽ 70% സ്വത്തെത്തി. 2023 ഇന്ത്യയിലെ പണക്കാരായ 1% പേരുടെ കയ്യിൽ ഇന്ത്യയുടെ ആകെ സമ്പത്തിന്റെ 80% എത്തിയിരിക്കുന്നു. 1% പേരിലാണ് 80%. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയുടെ 42% 15 കുടുംബങ്ങളുടെ കയ്യിലാണ്. 15 കുടുംബങ്ങളുടെ കയ്യിൽ. പ്രവാചകൻ പറഞ്ഞു, ഇത് നടക്കുകയില്ല, ഇത് ഈശ്വര നിഷേധമാണ്.
അതുകൊണ്ട് ഇസ്ലാമിക രാജ്യത്ത് ഒരിടത്തും മുതലാളിത്തം ഉണ്ടായില്ല. ഇസ്ലാമിക രാജ്യത്ത് ഒരിടത്തിലും കോടീശ്വരന്മാരുണ്ടായില്ല. ജനങ്ങൾക്ക് വേണ്ടി എക്കണോമിക് സിസ്റ്റം രൂപാന്തരം പ്രാപിച്ചു. പലിശ കൊടുത്ത മനുഷ്യനെ ഉപദ്രവിക്കുന്നത് പ്രവാചകൻ തടഞ്ഞു. പ്രവാചകൻ അതിശ്രദ്ധമായ സക്കാത്ത് നിയമം ഉണ്ടാക്കി. സക്കാത്ത് പ്രവാചകൻ ഒരു ദിവസത്തെ വരുമാനം കൊടുക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഏറ്റവും വരുമാനം കുറഞ്ഞ ദിവസത്തെ പരിശാരത്ത് കൊടുത്തന്നായിരുന്നു നമ്മളൊക്കെ. പ്രവാചകൻ ആദ്യമായി ആനുവൽ ഇൻകം ടാക്സ് നടപ്പാക്കി. ലോകത്തിലാദ്യമായി ആനുവൽ ഇൻകം ടാക്സ് നടക്കിയ പ്രവാചകനാണ്. ഒരാണ്ടിലുള്ള ആകെ വരുമാനം എത്രയോ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കാൻ പറ്റും ടോട്ടൽ ഇൻകത്തിൻ്റെ. പിന്നീട് രാജ്യങ്ങൾ കണ്ടുപിടിച്ച ആനുവൽ ഇൻകം ടാക്സ് പ്രവാചകൻ കൃത്യമാണ് നടപ്പാക്കി. അപ്പോൾ ഈ 2.5% പണക്കാരൻ്റെ സ്വത്ത് പാവപ്പെട്ടവന് കിട്ടിയോടുകൂടി പാവപ്പെട്ടവൻ എക്സ്ട്രീം പോവർട്ടിയിൽ വരാതെ ഇസ്ലാമിക രാജ്യങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു. മുതലാളിത്തം ഒരിക്കലും അവിടെ ശക്തി പ്രാപിച്ചില്ല. പ്രവാചകൻ വളരെ ശ്രദ്ധേയമായിട്ട് പറഞ്ഞു, നിങ്ങൾ സുഭിക്ഷമായ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ഇത്ര ദൂരത്തിനകത്ത് ആരെങ്കിലും പട്ടിണി ഇരുന്നാൽ നിങ്ങൾ കഴിക്കുന്നത് ഭക്ഷണമല്ല, വിഷമാണെന്നോ. അങ്ങനെ പണക്കാരൻ്റെ കയ്യിൽ നിന്ന് പാവപ്പെട്ടവനിലേക്ക് പണം ഒഴുകുന്ന ഒരു സിസ്റ്റം ഉണ്ടായി. ഞാൻ എറണാകുളം കമ്മീഷനായിരുന്നപ്പോൾ ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. പ്രസംഗം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു വലിയ മുസ്ലിം പ്രമാണിയുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, എൻ്റെ ഒരു കൂടുള്ളൊരു IPS ഉദ്യോഗസ്ഥൻ അമ്മായിപ്പനാണ് ആ മനുഷ്യൻ. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ കടയിലോ എൻ്റെ വീട്ടിലോ ഒന്നു 5 മിനിറ്റ് ഇരുന്നിട്ട് പോകണമെന്ന്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, ഫാദർലോ എന്ന് കണ്ടിട്ടേ വരാവേ, തൊട്ടടുത്ത് ചെല്ലുന്നെന്ന് പറഞ്ഞു. ഞാൻ പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കടയിൽ ചെന്നിരുന്നു. അപ്പോൾ ഓരോ ഭിക്ഷക്കാരിങ്ങനെ വരുന്നു. അവിടെ ഒരു ബാസ്ക്കറ്റുണ്ട്. പുള്ളി ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഒരു പിടി അങ്ങ് വാരി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഓരോ സാധനം വിറ്റ് വരുന്ന പൈസയായിട്ട് 2.5% അദ്ദേഹം അപ്പോഴേ ഈ പാത്രത്തിലോട്ട് ഇടുക. ഭിക്ഷക്കാർ വന്ന് നിൽക്കുമ്പം ഇതിലൊരു പിടി നോക്കുന്ന പോലും ഇല്ല എന്താണ്. അപ്പോൾ 500,000 ഒക്കെ കൈ കയറിയിട്ടുണ്ടെങ്കിൽ ആ ഭിക്ഷക്കാരൻ രക്ഷപ്പെട്ടു. ഈ അദ്ദേഹം പോലും അറിയുന്നില്ല ഏത് നോട്ടായി കൊടുക്കുന്നതെന്ന്. ഞാനൊരു 10 മിനിറ്റ് ഇരുന്നപ്പോൾ ഞാൻ അമ്പരന്ന് പോയി. ആ കടയിൽ വെക്കുന്ന എല്ലാ സാധനത്തിനും 2.5% അപ്പോഴേ പെട്ടിയിലോട്ട് പോകാൻ. അത് പാവപ്പെട്ടവന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. സക്കാത്തൊന്ന് എന്നെ അത്ഭുതപ്പെടുത്തി. പണക്കാരൻ്റെ പൈസ പാവപ്പെട്ടവനിലേക്ക് പോകുന്ന സിസ്റ്റം പ്രവാചകൻ ഉണ്ടാക്കി. അതുകൊണ്ട് മുതലാളിത്തം ഒരിക്കലും ശക്തിപ്പെട്ടില്ല. 13ാമത് പ്രവാചകൻ ചെയ്തത് ലാൻഡ് റിഫോംസാണ്, ഭൂപരിഷ്കരണം. പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് റോമാക്കാരും പേർഷ്യക്കാരും സാധാരണ ജനത്തിന് ഭൂസ്വത്തിന് അവകാശമില്ല. ഇന്ത്യയിലെയും പോലെയാണ്. സ്വത്ത് മുഴുവൻ രാജാവിൻ്റെയാണ്. രാജാവ് അത് വീതിച്ചു കൊടുക്കും കൃഷി ചെയ്യാൻ. കൃഷി ചെയ്യുന്നതിന് നമ്മൾ കപ്പം കൊടുക്കണം, എല്ലാ വർഷവും കപ്പം കൊടുക്കണം. പക്ഷേ യുദ്ധം വരുമ്പം ഈ ആളിൻ്റെ മൂത്ത മോനെ യുദ്ധത്തിന് വിടണം. യുദ്ധത്തിന് അയാൾ മരിച്ചു പോയെങ്കിൽ 2ാമത്തെ മോനെ വിടണം. ഇത് വളരെ ക്രൂരമായ ഒരു സിസ്റ്റമായി മാറി. സ്വത്തവകാശോട്ട് ഇല്ലതാനും കൃഷി ചെയ്യുന്നതിന് രാജാവിന് കഴിവും കൊടുക്കണം. അതുകൂടാതെ ആൺമക്കൾ ഇങ്ങനെ ചത്തുകൊണ്ടേയിരിക്കും. പ്രവാചകൻ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. പ്രവാചകൻ പറഞ്ഞു, ആരൊക്കെ കൃഷി ചെയ്യുന്നോ ആ കൃഷിഭൂമി കർഷകൻ്റെതാണ്, രാജാവിൻ്റെതല്ല, കർഷകൻ്റെ. അതിന് ഒരു കപ്പവും കൊടുക്കണ്ട. ലാൻഡ് ടാക്സ് നിരോധിച്ചു പ്രവാചകൻ. ലാൻഡ് ടാക്സ് ഇല്ല, ഭൂമിക്ക് കരവൊന്നുമില്ല, നിന്റെ സ്വത്താണ്. യുദ്ധം വരുമ്പോൾ നീ ആരെയും വിടണ്ട, നിന്റെ മക്കളെ യുദ്ധത്തിന് വിടണ്ട. പകരം ഞങ്ങളൊരു സ്റ്റാൻഡിങ് ആർമി ഉണ്ടാക്കി ഞങ്ങൾ യുദ്ധം ചെയ്തോളാം. അതുകൊണ്ട് എന്ത് പറ്റി? കൃഷിഭൂമി കർഷകൻ്റെതായി മാറി. കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു, ഞങ്ങൾ കൊയ്യും വയലെല്ലാം ഞങ്ങളുടേതാവും പൈങ്കിളിയെ. 100 കൊല്ലമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് പറ്റിയില്ല. 1970കളിൽ KR ഗൗരി കൊണ്ടുവന്ന പ്രസിദ്ധമായ ഭൂപരിഷ്കരണം ലോകത്തെ മാറ്റിമറിച്ച ഭൂപരിഷ്കരണമാണ്. പക്ഷേ ഒരു 20% ലാൻഡിനെ മാറ്റം വന്നുള്ളൂ. മങ്കൊമ്പി പട്ടർക്ക് 2 ലക്ഷം ഏക്കറായി. ഞങ്ങളൊക്കെ ബന്ധുവായ പാറായത്തറയാൻ 3000 ഏക്കറായിരുന്നു കൃഷിഭൂമി. 30,000 പറ നിലം ഇസ്ലാം നിരോധിച്ചു. കൃഷിഭൂമി ആര് കർഷകം ചെയ്യുന്നു അവനാണ് കൃഷിഭൂമിയുടെ ഉടമസ്ഥൻ. അതിനവൻ കരം കൊടുക്കണ്ട, അവൻ്റെ ആൺമക്കളെ യുദ്ധത്തിന് വിടണ്ട. ഇസ്ലാം എന്ത് ചെയ്തു? പ്രൊഫഷണൽ ആർമി ഉണ്ടാക്കി. പറഞ്ഞതുപോലെ എന്താണ്, ഒരു ഇസ്ലാമിക രാജ്യത്തിലും കമ്മ്യൂണിസം വളർന്നില്ല. കാര്യം കമ്മ്യൂണിസം എന്താണോ കൊടുക്കാമെന്ന് പറഞ്ഞത് അത് ഓൾറെഡി പ്രവാചകൻ നടപ്പായി കഴിഞ്ഞു. കൃഷിഭൂമി കർഷകൻ്റെതായി മാറി. അതുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യത്ത് മുതലാളിത്തവും പിടിച്ചു കയറിയില്ല, ഇസ്ലാമിക രാജ്യത്ത് കമ്മ്യൂണിസവും പിടിച്ചു കയറില്ല. ഒരു രാജ്യത്തും കാര്യം ഇതാണ്. അങ്ങനെ കൃഷിഭൂമി അവൻ്റേതായപ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംഭവം അവൻ്റെ കൃഷിഭൂമിയാണ്. അങ്ങനെ പ്രവാചകൻ പറഞ്ഞൊരു വാചകം മനസ്സിലാക്കാതെ കുറെ എണ്ണം
ടെലിവിഷനിൽ കിടന്ന് ചിലക്കുന്ന കണ്ടിട്ടില്ലേ? ഭാര്യ കൃഷിഭൂമിയെ പോലെയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. മരുഭൂമിയിലെ ഏറ്റവും വിലപ്പെട്ട സാധനമാണ് കൃഷിഭൂമി. ആ ഏറ്റവും മരുഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും വിലപ്പെട്ട കൃഷിഭൂമി പോലെ നമ്മെ സംരക്ഷിക്കുന്ന, സ്നേഹിക്കുന്ന ഒന്നാണ് സ്ത്രീ എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഇതിന്റെ അർത്ഥം മനസ്സിലായില്ല ദേവന്മാർക്ക്. അവന്മാർ വേറെ എന്തൊക്കെ പറഞ്ഞു, ഞാനത് എൻ്റെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഈ പ്രവാചകൻ പറഞ്ഞത് ഈ മരുഭൂമിയിലെ ജനത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും വിലപ്പെട്ട കൃഷിഭൂമിയില്ലേ, അതുപോലെ വിലപ്പെട്ടതാണ് ഭാര്യ എന്ന് പ്രവാചകൻ നമ്മളോട് പറഞ്ഞു. അങ്ങനെ റിപ്രൊഡക്റ്റീവ് കൃഷി സിസ്റ്റം ഉണ്ടാക്കി. അങ്ങനെ ഈ പട്ടാളക്കാരെ റിക്രൂട്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത പട്ടാളക്കാരായി. അതുകൊണ്ട് എന്ത് പറ്റി? ഇസ്ലാമിക സൈന്യം ലോകം പിടിച്ചടക്കിയ സൈന്യമായി മാറി. പ്രവാചകൻ 3 യുദ്ധങ്ങൾ ചെയ്തു. ബദർ യുദ്ധം ചെയ്തപ്പോൾ പ്രവാചകന്റെ 3 ഇരട്ടിയാണ് ശത്രുസൈന്യത്തിന്റെ സംഘബലം. ഉഹൂദ് യുദ്ധം വന്നപ്പോൾ പ്രവാചകന്റെ 4 ഇരട്ടിയാണ് ശത്രുസൈന്യം. കണ്ടക് യുദ്ധം വന്നപ്പോൾ 1:5, 5 ഇരട്ടിയാണ് കണ്ടക് യുദ്ധത്തിലുള്ള ശത്രുക്കളുടെ എണ്ണം. പ്രവാചകൻ 3 യുദ്ധം ചെയ്തുള്ളൂ. ഈ 3 യുദ്ധത്തിലും കൂടി 200 പേരെ മരിച്ചിട്ടുള്ള ആകെ. പക്ഷെ ഈ 3 സംഭവത്തിലും പ്രവാചകന്റെ 3 ഇരട്ടി 4 ഇരട്ടിയുള്ള സൈന്യത്തെ എങ്ങനെ പ്രവാചകൻ തോപ്പിച്ചെന്നറിയാമോ? ഈ സൈന്യം പ്രൊഫഷണലാണ്. മറ്റേ സൈന്യം ഉണ്ടല്ലോ, അല്ലാത്ത സൈന്യം. റോമാക്കാരും പേർഷ്യക്കാരും ആക്രമിച്ച് കയറി. അറബ് ദേശത്തെ മുഴുവൻ ക്രിസ്ത്യൻ രാജാവായ റോമ രാജാവിനെതിരെ മുസ്ലിങ്ങളുടെ സൈന്യം കയറുന്നു. കാര്യം റോമാക്കാർ വന്നാൽ കൃഷിഭൂമി അങ്ങ് പോയി, പഴയ പാട്ടർ സിസ്റ്റം വരും. ഇവിടെ ആവുമ്പോൾ കൃഷിഭൂമി മുസ്ലിങ്ങൾ അവർക്ക് അനുവദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അറബി രാജ്യങ്ങളിലെ മുഴുവൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുടെ കൂടെ ചേർന്നിട്ട് ക്രിസ്ത്യാനിയായ റോമരാജനെ യുദ്ധം ചെയ്തു. പേർഷ്യൻ ചക്രവർത്തി വന്നപ്പോൾ സൊറാസ്ട്രിയൻസും പേർഷ്യൻസും അറബി ദേശത്തുള്ളവർ മുഴുവൻ മുസ്ലിങ്ങളുടെ കൂടെ വന്നു. അവർ പേർഷ്യക്കാരുടെ കൂടെ ഒന്നില്ല. കാര്യം പേർഷ്യക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ കൃഷിഭൂമി പോയി. അറബികളാവുമ്പോൾ ഈ കൃഷിഭൂമി നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇസ്ലാമിക സൈന്യം ജയിച്ചത്. ഇസ്ലാമിലെ പ്രസിദ്ധനായ ഒരു പോരാളി ഉണ്ടായിരുന്നു, ഖാലിദ് ഇബൻ വാലിദ് എന്നാണ് അയാളുടെ പേര്. ജീവിതത്തിൽ വായിച്ച നമ്മൾ 50 തോന്നും. അദ്ദേഹം യുദ്ധത്തിന് പോകുമ്പോൾ ആദ്യം അദ്ദേഹത്തിന് കയ്യിൽ 5000 പേരേ ഉള്ളൂ. റോമാ സൈന്യം 60,000 മേളിലാണ്. പക്ഷെ ഖാലിദ് ഇബൻ വാലിദ് റോമാ സൈന്യത്തെ തോൽപ്പിച്ചു. അദ്ദേഹം പ്രസിദ്ധമായ യാർമുക്ക് യുദ്ധത്തിന് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ 12 ഇരട്ടിയാണ് റോമാ സൈന്യത്തിന്റെ അംഗസംഖ്യ. പക്ഷേ ഖാലിദ് ഇബൻ വാലിദ് അവരെ തോൽപ്പിച്ചു. കാര്യം എന്നറിയാമോ? ഈ കമ്മിറ്റഡ് ആർമിയാണ്, ട്രെയിൻഡ് ആർമിയാണ് മുസ്ലിങ്ങളുടെ. മറ്റേത് മുഴുവൻ ഈ കൃഷി ചെയ്യുന്നതിന് പകരം ഓരോരുത്തരെ പറഞ്ഞേക്കുന്ന ആൺമക്കളെ അവനൊന്നും യുദ്ധം ചെയ്യാൻ പറഞ്ഞൂടാ, നേരിടാൻ വയ്യ. ഡിഫീറ്റഡ്. അപ്പോൾ ഇസ്ലാമിന്റെ വിജയരഹസ്യങ്ങളിൽ ഒന്ന് ഈ കാർഷിക വിപ്ലവമായിരുന്നു. കൃഷിഭൂമി കർഷകൻ്റെതായി മാറി. തങ്ങൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാവും പൈങ്കിളി എന്നുള്ളത് പഠിപ്പിച്ചു അദ്ദേഹം. വളരെ ശ്രദ്ധേയമായി. 14ാമതായി പ്രവാചകൻ കൈവച്ചത് അതിസുന്ദരമായ ഏറിയ വിദ്യാഭ്യാസം. അറബികളുടെ വിദ്യാഭ്യാസം 1%. ലിറ്ററസി വാസ് 1% അക്കോർഡിംഗ് ടു എസ്റ്റിമേറ്റ്സ്. പ്രവാചകൻ വന്നപ്പോൾ പ്രവാചകനും എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാ. ബദർ യുദ്ധം കഴിഞ്ഞ് പിടിക്കപ്പെട്ട തടവുകാരുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ അന്ന് 10 വരാഹൻ കൊടുത്തെങ്കിലേ ഒരാൾക്ക് മോചനം കിട്ടും. ഈ വരാഹൻ എന്ന് പറയുന്ന സ്വർണ്ണ നാണയം, അതിന് പേര് കിട്ടിയത് ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിലെ രാഷ്ട്രകൂടാസ് എന്ന് പറയുന്ന മഹാരാഷ്ട്ര ഭരിച്ചിരുന്ന രാജവംശം. അവർ വിഷ്ണുവിന്റെ ദശാവതാരത്തിലെ മത്സ്യകൂർമ്മം വരാഹാവതാരമായിരുന്നു അവരുടെ പ്രധാന പ്രതിഷ്ഠ. അതുകൊണ്ട് അവരുടെ നാണയത്തിലെല്ലാം വരാഹത്തിന്റെ പടം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വരാഹൻ എന്ന് വിളിച്ചത്. ഈ നാണയം അറബി ദേശത്ത് കിട്ടിയപ്പം അറബികൾ അതിനെ വരാഹൻ എന്ന് വിളിച്ചു. മുസ്ലിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു മൃഗമാണ് കേട്ടോ. എന്നാലും ആ മൃഗത്തിന്റെ പേരിലാണ് ഈ സ്വർണ്ണ നാണയത്തിന്റെ പേര്, വരാഹൻ. ആ വരാഹൻ കൊടുക്കണം. ഇപ്പൊ 10 സ്വർണ്ണാണയം കൊടുക്കണമെങ്കിൽ ഇന്നത്തെ വിലയ്ക്ക് 4 ലക്ഷം രൂപ ചിലവാകും. പ്രവാചകൻ പറഞ്ഞു, 10 പേരെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് 10 വരാഹന് പകരം സ്വാതന്ത്ര്യം നൽകുന്നതാണ്. പ്രവാചകന്റെ ബദർ യുദ്ധത്തിന് ശേഷം കൽപ്പന, ഗംഭീര കൽപ്പനയാണ്. അങ്ങനെ ഒരു മോചനം പ്രാപിച്ചു. ഓരോരുത്തർ എഴുത്തും വായനയും പഠിപ്പിച്ചപ്പോൾ സ്വതന്ത്രരായപ്പം പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പൊ സ്വതന്ത്രരാണ്, ഞാൻ നിങ്ങൾക്ക് ശമ്പളം തരാം, നിങ്ങൾ ഈ ജനതയെ സാക്ഷരരാക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ അവർ സാക്ഷരരായി. പ്രവാചകന്റെ വിദ്യാഭ്യാസ വിപ്ലവം അതിഗംഭീരമായ ഒരു വിപ്ലവമാണ്. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്ത് പറ്റി? ഇസ്ലാം വലിയ വലിയ യൂണിവേഴ്സിറ്റീസ് ഉണ്ടാക്കാൻ തുടങ്ങി. ബാഗ്ദാദ് യൂണിവേഴ്സിറ്റി, കെയ്റോ യൂണിവേഴ്സിറ്റി, കൊർഡോബ യൂണിവേഴ്സിറ്റി എന്ന് തുടങ്ങിയ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. 100 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എഡ്യൂക്കേഷണൽ ക്യാപിറ്റലിലേക്ക് മാറി.
ഇറാഖിന്റെ തലസ്ഥാനം ബാബിലോണായിരുന്നു. പക്ഷെ 100 കൊല്ലം കഴിഞ്ഞപ്പോൾ ബാഗ്ദാദ് തലസ്ഥാനമായി. ഹറൂൺ അൽ റഷീദ് ബാഗ്ദാദിനെ തലസ്ഥാനമാക്കി. ഈജിപ്തിന്റെ തലസ്ഥാനം മെംഫിസ് ആയിരുന്നു. 100 കൊല്ലം കഴിഞ്ഞപ്പോൾ കെയ്റോ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്ന സ്ഥലം തലസ്ഥാനമായി. സ്പെയിനിന്റെ തലസ്ഥാനം മാഡ്രിഡ് ആയിരുന്നു. പക്ഷെ യൂണിവേഴ്സിറ്റി ഉണ്ടായത് കൊർഡോബയിലാണ്. അവസാനം കൊർഡോബ തലസ്ഥാനമായി. പൊളിറ്റിക്കൽ ക്യാപിറ്റൽ വിദ്യാഭ്യാസ തലസ്ഥാനത്തിലേക്ക് മാറി. മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ വിദ്യാഭ്യാസ വിപ്ലവം ലോകത്തെ മാറ്റിമറിച്ചു. യൂറോപ്പ് മുഴുവൻ അന്ധകാര യുഗത്തിൽ പോയി. അപ്പോൾ ലോകത്തിലെ പുസ്തകങ്ങളെല്ലാം എടുത്ത് സൂക്ഷിച്ചു വെച്ച് എഴുതി ട്രാൻസ്ലേറ്റ് ചെയ്ത് അറബികളാണ്. അങ്ങനെ അറബികൾ ഉണ്ടാക്കിയ അറിവാണ് പിന്നീട് യൂറോപ്പിന് റിനൈസൻസ് അല്ലെങ്കിൽ നവോത്ഥാനം ഉണ്ടാക്കി മാറ്റിയത്. അറബിക് ന്യൂമറൽസ് എന്ന് വിളിക്കുകയാണ് നമ്മൾ യൂറോപ്പും ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന അംഗസംഖ്യ. അത് ഒറിജിനലി ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണ് ഈ 1, 2, 3, 4, 5 എന്നുള്ള അക്കങ്ങൾ. അത് അറബികളിൽ നിന്നാണ് യൂറോപ്പിന് കിട്ടിയത്. അതുകൊണ്ട് അവർ അറബിക് ന്യൂമറൽസ് എന്ന് വിളിച്ചു. 0 ഇന്ത്യക്കാരെ കണ്ടുപിടിച്ചാണ്. പക്ഷെ അറബികളിലൂടെയാണ് അത് യൂറോപ്പിന് കിട്ടിയത്. പക്ഷെ അറബികൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തോ? ഇല്ല. അറബികൾ കണക്കിനെ അറബി ഭാഷയിൽ വിളിച്ചു ഹിന്ദി സത്ത്, ഇന്ത്യയിൽ നിന്ന് കിട്ടിയ അറിവെന്ന് വിളിച്ചു. അല്ലാതെ സാഹിബ്മാർ ചെയ്യുന്ന പോലെ ചീന ഭരണി കൊണ്ടുവന്ന് അതിനോട്ടേക്ക് മേഡ് ഇൻ ഇംഗ്ലണ്ട് എന്നൊരു സ്റ്റാമ്പ് അടിച്ചുകൊണ്ട് പോയി സാഹിബ് വല്ലവൻ്റെ ഒക്കെ സാധനം എടുത്ത് അവൻ്റെ മേഡ് ഇൻ ഇംഗ്ലണ്ട് അടി. അറബികൾ ചെയ്തില്ല. ഇന്ത്യയിൽ നിന്ന് കിട്ടിയ അറിവിനെ അവരെ ഹിന്ദി സത്ത് എന്ന് വിളിച്ചത്. ആൾജിബ്ര തുടങ്ങിയത് അറബികളാണ്. ലോകത്തിലെ വലിയ ലൈബ്രറി പ്രസ്ഥാനം തുടങ്ങി ലോകത്തിന് അറിവ് കൊടുത്ത അറബികളാണ്. ആ വലിയ വിദ്യാഭ്യാസ വിപ്ലവം പ്രവാചകന്റെ വലിയ സംഭാവനയാണ്. 15ാമത് പ്രവാചകൻ ചെയ്തത് അറബി ഭാഷ എന്നൊരു ഭാഷയെ വാർത്തെടുത്തു. അറബികൾ ആദ്യം പരാമർശിക്കപ്പെടുന്നത് അസുറിബാനിവാൽ എന്ന് പറയുന്ന അസീറിയൻ ചക്രവർത്തിയുടെ രേഖകളിലാണ്. തെക്ക് മരുഭൂമിയിൽ നിന്ന് കുറെ അക്രമികൾ വരും. അറൂബികൾ എന്ന് പറഞ്ഞ ഒരു അക്രമികൾ, ARUBI എന്നാണ് അസുറുബാനിവാൽ വരെ വിളിക്കുന്നത്. അസുറുബാനിവാലിന് ശേഷം 2000 കൊല്ലം കഴിഞ്ഞ അറബികൾ, അറബി ദേശത്ത് നിന്ന് മഹാനായ ഒരു ഫിലോസഫറോ ഒരു വലിയ എഴുത്തുകാരനോ ഒരു വലിയ ലീഡറോ ഒരു വലിയ ചിന്തകനൊന്നും ഉണ്ടായില്ല. 2000 കൊല്ലം. 2000 കൊല്ലത്തെ അന്ധകാരത്തിൽ നിന്നാണ് പ്രവാചകൻ വരുന്നത്. പ്രവാചകൻ വന്ന് അന്ധകാരമയമായിരുന്ന അവിടെ മാറ്റി അറബികളിൽ നിന്ന് വലിയ ഇബൂസിനായെ പോലെ വലിയ ശാസ്ത്രജ്ഞന്മാരുണ്ടായി. ആൽബറൂണിയെ പോലെ വലിയ എഴുത്തുകാരുണ്ടായി. എത്ര മഹാരഥന്മാരുണ്ടായി. ആ വലിയ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് പ്രവാചകന്റെ വിദ്യാഭ്യാസ വിപ്ലവമായിരുന്നു, ഭാഷാ വിപ്ലവം. ഇന്ന് 67 രാജ്യങ്ങളിൽ അറബി ഭാഷ ഔദ്യോഗിക ഭാഷയാണ്. 27 രാജ്യങ്ങളിൽ അറബി ഭാഷ മാതൃഭാഷയാണ്. 27 കൺട്രീസ് അറബി ഭാഷ മാതൃഭാഷയാണ്. 67 രാജ്യങ്ങളിൽ അറബി ഭാഷ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. UNOയിൽ ആര് പ്രസംഗിച്ചാലും ഒരു ട്രാൻസ്ലേഷൻ പോകുന്ന അറബി ഭാഷയിലാണ്. വളരെ ശ്രദ്ധേയമായ നേട്ടമാണ്. മഹാനായ CH മുഹമ്മദ് കോയ ഇരുന്നപ്പോൾ അറബി വിദ്യാഭ്യാസം, അറബി സ്കൂളുകൾ ഉണ്ടാക്കി. അങ്ങനെ മലയാളികൾ അറബി പഠിക്കാൻ തുടങ്ങി. അവൻ വിദേശത്ത് പോയി. അപ്പോൾ നമ്മുടെ പ്രഗത്ഭനായ അംബാസഡർ TP ശ്രീനിവാസ് സാറ് UNOയിലെ അംബാസഡർ, ഇന്ത്യയുടെ അംബാസഡറാണ്. അദ്ദേഹം പറയുകയായിരുന്നു, UNOയിലെ അറബി ട്രാൻസ്ലേഷൻ ഇരിക്കുന്ന 16 പേരിൽ 15 പേരും മലയാളികളാണ്. CH മുഹമ്മദ് വിപ്ലവ പ്രകാരം അറബി പഠിച്ചവന്മാർ പോയിട്ട്, കാര്യം അറബി ദേശത്ത് ആരും ഈ പണിക്കൊന്നും പോവുകയില്ല. മലയാളിയല്ലേ, ആ അറബിയും പഠിച്ച് അവിടെ പോയി അറബി ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന മലയാളികളാണ് 15 ഈ വലിയ വിപ്ലവം ഉണ്ടാക്കി. അങ്ങനെ ലോകത്തിലെ അറബി ഭാഷ വലിയൊരു സാഹിത്യ ഭാഷയായി, വലിയൊരു ഡെവലപ്മെന്റ് ഭാഷയായി. 67 രാജ്യങ്ങളിൽ ഒഫീഷ്യൽ ലാംഗ്വേജായി, 27 രാജ്യങ്ങളിൽ മദർ ടങ്ങായി. ഞാനൊക്കെ സുറിയാനി ക്രിസ്ത്യാനിയാണ്. ഞങ്ങളുടെ സുറിയാനി ഭാഷ നശിച്ചു തുടങ്ങിയിരുന്നു. ആ സുറിയാനി ഭാഷയെ പുനരുദ്ധീകരിച്ചത് മുസ്ലിങ്ങളാണ്. സുറിയാനി ഭാഷയിൽ നഷ്ടപ്പെട്ട വാക്കുകൾ അറബി ഭാഷയിലെ പ്രസിദ്ധനായ പണ്ഡിതൻ വാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പഴയ പുസ്തകങ്ങളെല്ലാം റീസ്റ്റോർ ചെയ്ത് ഞങ്ങളുടെ ഒറിജിനൽ സിറിയക് ലിറ്ററേച്ചറിനെ തിരിച്ചു കൊണ്ടുവരുന്നത് അറബികളാണ്. പരിശുദ്ധ പ്രവാചകന്റെ ശ്രദ്ധേയമായ നേട്ടമാണ് അറബി ഭാഷയുടെ പുനരാഖ്യാനം എന്ന് പറയുന്നത്, പുനർസൃഷ്ടി എന്ന് പറയുന്നത്. അറബിയെ സിറിയക്കിനെയും പുനഃസൃഷ്ടിക്കുകയും അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു പ്രവാചകന്റെ ആ വിദ്യാഭ്യാസ വിപ്ലവം ലോകത്തെ മാറ്റിമറിച്ചതാണ്. കേരളത്തിൽ ശൂദ്രന്മാർക്ക് പഠിക്കാൻ പറ്റിയല്ല, ശൂദ്രന്മാരെ പഠിപ്പിക്കുകയില്ല, എഴുത്തറിയുന്ന ആരും പഠിപ്പിക്കുകയില്ല. എഴുത്തച്ഛൻ വന്നപ്പോൾ എഴുത്തച്ഛനെ ഇവിടുത്തെ ഒരു സ്കൂളിലും പഠിപ്പിക്കുകയില്ല. അവിടുത്തെ തിരൂർക്കാരനായ ഒരു മുസ്ലിം പൈസ കൊടുത്ത് എഴുത്തച്ഛനെ തമിഴ്നാട്ടിൽ വിട്ട് പഠിപ്പിച്ചിട്ടാണ് എഴുത്തച്ഛനെ കൊണ്ടുവന്നത്.
എഴുത്തച്ഛൻ ജീവചരിത്രം വായിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം ഇവിടെ ചരിത്രം എഴുതിയപ്പോൾ മുസ്ലിമിന് എഴുത്തച്ഛനൊരു റോൾ ഉണ്ടെന്ന് സമ്മതിക്കുമോ? സമ്മതിക്കാൻ. എഴുത്തച്ഛനെ വിട്ട് പഠിപ്പിച്ചത് മുസ്ലിങ്ങളാണ്. കോഴിക്കോട്ടെ പാവപ്പെട്ടവരെ പഠിപ്പിക്കാൻ വേണ്ടി ഹിന്ദുക്കൾ തയ്യാറായില്ല. മുസ്ലിങ്ങൾ ക്ഷണിച്ചിട്ട് ഒമാനിൽ നിന്ന് ഒരു പണ്ഡിതനെ കൊണ്ടുവന്നു. ഒമാനിലെ പണ്ഡിതൻ വന്ന് കോഴിക്കോട്ടെ പാളയം പള്ളിയുടെ അപ്പുറത്തൊന്ന് താമസിച്ചിട്ട് നാനാജാതി മതസ്ഥർക്ക് വിദ്യാഭ്യാസം കൊടുത്തു 450 കൊല്ലം മുമ്പ്. അത് കഴിഞ്ഞ് 250 കൊല്ലം കഴിഞ്ഞിട്ടാണ് ക്രിസ്ത്യാനി മിഷണറിമാരോട് വന്ന് വിദ്യാഭ്യാസം കൊടുക്കാൻ തുടങ്ങിയത്. ക്രിസ്ത്യൻ മിഷണറി വരുന്നത് 250 കൊല്ലം മുമ്പ് ഒമാനിലെ പ്രസിദ്ധനായ പണ്ഡിതൻ വന്നിട്ട് വിദ്യാഭ്യാസം കൊടുത്തു നാനാജാതി മതസ്ഥർക്ക്. ടിപ്പു സുൽത്താൻ അവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരാളുണ്ടെന്ന് മനസ്സിലായി. ടിപ്പു എന്ത് ചെയ്യുന്നറിയാമോ? ഒരു പട്ടാളക്കാരനെ ടിപ്പുവിന്റെ വേഷമൊക്കെ ധരിപ്പിച്ചിട്ട് അദ്ദേഹത്തെ കാണാനായിട്ട് വിട്ടു. അദ്ദേഹം ഇറങ്ങി വന്നില്ല. ടിപ്പു രണ്ടാമത് പട്ടാളക്കാരന്റെ വേഷമിട്ടും ടിപ്പു നടന്നു ചെന്നു. അപ്പൊ അദ്ദേഹം ഇറങ്ങി വന്നു. ടിപ്പു ചോദിച്ചു, രാജകീയ വേഷത്തിൽ വന്ന ആളിനെ എന്താ അങ്ങ് സ്വീകരിക്കാത്തത്? അദ്ദേഹം പറഞ്ഞു, വസ്ത്രങ്ങൾ കൊണ്ടല്ല ആളിനെ തീരുമാനിക്കുന്നത്. ഹൗ ദ ബോഡി ഈസ് കളേർഡ് ആൻഡ് കവേർഡ് ഈസ് ഓഫ് നോ ഇമ്പോർട്ടൻസ് കമ്പയർഡ് വിത്ത് ഹൗ ദ ബ്രെയിൻ വർക്ക്സ്. അങ്ങ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ രാജാവെന്ന് മനസ്സിലായി. അങ്ങ് നടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി രാജാവ് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റവൻ പട്ടാളക്കാരൻ നടക്കുമ്പോൾ ഇങ്ങനെ ചെറിയ നാണിച്ചല്ലേ അവൻ പോന്നേ. 2 മണിക്കൂർ ടിപ്പു അദ്ദേഹത്തോട് സംസാരിച്ചു. ടിപ്പു പറഞ്ഞു, ഞാൻ കുറെ വരാഹൻ അങ്ങേക്ക് തരാം, സ്വർണ്ണ നാണയം തരാം. അതേ പറഞ്ഞാൽ എനിക്കൊരു വരാഹനം വേണ്ട. പ്രവാചകൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, വിദ്യ മനുഷ്യർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ളതാണ്. ഞാനിവിടെ താമസിക്കുന്നത്, ആഹാരം കഴിക്കുന്നത്, എൻ്റെ അടുത്ത് വരുന്ന മുഴുവൻ പേരെ ഞാൻ മലയാളവും അറബിയൊക്കെ പഠിപ്പിക്കുകയാണ്, സാക്ഷരത കൊടുക്കാൻ. അത് പറ്റത്തില്ല, അങ്ങ് എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ പറ്റത്തുള്ളൂ. അപ്പോൾ ഒമാനിൽ നിന്ന് വന്ന മുസ്ലിം പണ്ഡിതൻ ടിപ്പുവിനോട് പറഞ്ഞു, ഈ കോഴിക്കോട്ടുള്ള ആളുകൾക്ക് ജലക്ഷാമമാണ്, അതുകൊണ്ട് ഈ സ്ഥലത്തൊരു കുളം കുഴിച്ചിട്ട് വെള്ളം കൊടുക്കണമെന്ന്. അങ്ങനെ ടിപ്പു 3000 സ്വർണ്ണ നാണയം കൊടുത്തിട്ട് ഒമാനിലെ ആ പണ്ഡിതൻ കുഴിപ്പിച്ചതാണ് മാനഞ്ചിറ മൈതാൻ. പക്ഷെ ഇന്നാളെ ഞാൻ കോഴിക്കോട് കോർപ്പറേഷന്റെ ഒരു സുവനീർ വായിച്ചപ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു, മാനവിക്രമൻ സാമൂതിരിയാണെന്ന് പണിയിച്ചെന്ന്. ആരോട് പറയാം, ഞാനൊന്നും മിണ്ടിയില്ല. ഈ ഒമാനിലെ മുസ്ലിം പണ്ഡിതൻ പറഞ്ഞതനുസരിച്ച് ടിപ്പു പണിയിച്ചു കൊടുത്താണ് മാനഞ്ചിറ മൈതാൻ. അങ്ങനെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും വിദ്യാഭ്യാസ രംഗത്ത് അത്ഭുതം സൃഷ്ടിച്ച ഒരുപാട് പേർ ഇസ്ലാം മതവിശ്വാസികളായി വന്ന് ഇവിടെ കൊടുത്ത വിദ്യാഭ്യാസ സമുദായം. എഴുത്തച്ഛനെ പഠിപ്പിച്ചത് മുസ്ലിമായ ഒരാളാണ് വിട്ട് പഠിപ്പിച്ചത്. ഇങ്ങനെ അറബി ഭാഷയുടെ വളർച്ചയിലും സാക്ഷരതയിലും ഇസ്ലാം വലിയ അത്ഭുതങ്ങൾ ചെയ്തു. പ്രവാചകന്റെ വലിയ സംഭാവനയുടെ ഭാഗമാണ് ഈ ട്രാൻസ്ഫോർമേഷൻ. അറബികൾ ചരിത്രത്തിൽ പ്രശോഭിതരാവായിരുന്ന കാലത്ത് ജനിച്ച പ്രവാചകൻ തൻ്റെ 63 വയസ്സിൽ, പ്രത്യേകിച്ച് മാലാഹയുടെ ദർശനം നൽകിയ ശേഷം, പരിശുദ്ധ ഖുർആൻ രചിക്കപ്പെട്ട ശേഷം പിന്നീടുള്ള 23 വർഷങ്ങൾ കൊണ്ട് ലോക ചരിത്രത്തെ മുഴുവൻ മാറ്റിമറിച്ചു. ആ വിശാലമായ അർത്ഥത്തിൽ പ്രവാചകനെ മനസ്സിലാക്കാൻ നിങ്ങളും ഞാനും ശ്രമിക്കണം. അല്ലാതെ പ്രവാചകൻ ഒരു മതസ്ഥാപകനാണെന്ന് മാത്രം വെച്ചിട്ട് പ്രവാചകനെ മനസ്സിലാക്കരുത്. അദ്ദേഹം മതം സ്ഥാപിച്ചിട്ടുണ്ട്, അതതിൻ്റെ വൺ ഓഫ് ഹിസ് ഗ്രേറ്റ് ആക്ടിവിറ്റീസാണ്. അദ്ദേഹത്തെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 15 മേഖലകളിൽ, എനിക്ക് സമയമില്ലാത്തതിനെ വളരെ കുറച്ചേ പറഞ്ഞല്ലോ, ആ ഓരോ രംഗത്തും പ്രവാചകൻ ചെയ്ത അത്ഭുതം എന്താണ്, ലോകത്തെ മാറ്റിമറിച്ച് എന്താണെന്ന് മനസ്സിലാക്കണം. മതസ്ഥാപനം 15 എണ്ണത്തിൽ ഒരെണ്ണം മാത്രമാണ്. ഈശ്വര ദർശനത്തിൽ അദ്ദേഹം അത്ഭുതം സൃഷ്ടിച്ചു. മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് അദ്ദേഹം മാറ്റി. നമ്മുടെ വസ്ത്രധാരണം മാറ്റി, നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഡെയിലി ടൈം ടേബിളും മാറ്റി. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിച്ചു. എല്ലാ മതങ്ങളെയും ഒരുപോലെ സഹവസിപ്പിക്കാൻ പഠിപ്പിച്ചു. വളരെ ശ്രദ്ധേയമായി എക്കണോമിക്സിൽ മനുഷ്യനെ കൊള്ളയടിക്കാതിരിക്കാനുള്ള അത്ഭുതകരമായ കൃഷിഭൂമി കർഷകൻ്റെതാക്കി മാറ്റി വിപ്ലവം ഉണ്ടാക്കി. വയറ്റിൽ വെച്ച് കുട്ടികൾ കൊല്ലപ്പെടാതിരിക്കാനുള്ള നിയമസംഹിത ഉണ്ടാക്കി. വളരെ ശ്രദ്ധേയമായി സ്ത്രീകൾക്ക് അവകാശങ്ങൾ കൊടുത്തു. വലിയ അത്ഭുതങ്ങളാണ്. 16ാം സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ 1,00,000 പേര് ഒരു കൊല്ലം ജീവിച്ചിരിക്കുമ്പോൾ 36 പേര് ആത്മഹത്യ ചെയ്യാം. പക്ഷെ 1,00,000 പേര് ജീവിച്ചിരിക്കുമ്പോൾ 36 പേര് ആത്മഹത്യ ചെയ്യുന്ന ഇതേ കേരളത്തിൽ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ല, ആ ജില്ലയിൽ 1,00,000 പേര് ഒരു കൊല്ലം ജീവിച്ചിരിക്കുമ്പോൾ 4 പേര് ആത്മഹത്യ ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും കുറച്ച് ആത്മഹത്യയുള്ള 2 രാജ്യത്താണ്, ഒന്ന് സൗദി അറേബ്യ, ഒന്ന് ഖത്തർ. ഇസ്ലാമിലെ ബലമുള്ള രാജ്യങ്ങളാണ്. ആ 2 രാജ്യത്തും 1,00,000 പേര് ഒരു കൊല്ലം ജീവിച്ചിരിക്കുമ്പോൾ ആത്മഹത്യ 0.4% ആണ്.
ഇനി ആ 0.4% അവിടെ ചെന്ന് താമസിക്കുന്ന മലയാളിയൊക്കെയാണ് ആത്മഹത്യ ചെയ്യുന്നത്, അല്ലാതെ അവിടുത്തുകാരല്ല. ഈ 0.4% പോലും. എന്താണ് ഈ ഇസ്ലാമിലെ വിശ്വാസികളായ ആളുകൾ ആത്മഹത്യക്ക് പോകാത്തത്? ഞാൻ പാളയം പള്ളിയിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. ഞാൻ അവിടെ വെച്ച് പണ്ഡിതനായ ഇമാമിനോട് ചോദിച്ചു, ഇമാമേ, എനിക്ക് ഈ പോലീസ് സയൻസിൽ മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. 1 ലക്ഷം പേര് ജീവിച്ച 36 പേര് ആത്മഹത്യ ചെയ്യുന്ന കേരളത്തിൽ ഈ മുസ്ലിങ്ങൾ മാത്രം എന്താ ആത്മഹത്യ ചെയ്യാത്ത? രണ്ടാമത് മുസ്ലിം ഭൂരിപക്ഷം ഉള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. അവിടെ 1 ലക്ഷം പേര് ഒരു കൊല്ലം ജീവിച്ചിരിക്കും 5 പേരെ ആത്മഹത്യ ചെയ്യുന്നു. കേരളത്തിലെ ആവറേജിന്റെ 7 ആത്മഹത്യ. അതെന്താണ്? ആ ഇമാം എന്നോട് പരിശുദ്ധ ഖുർആൻ തുറന്നിട്ട്, എനിക്ക് എന്നെ സൂറത്ത് നമ്പറൊന്നും ഓർമ്മയില്ല, എന്നെ തുറന്ന് വായിച്ചു കേൾപ്പിച്ച് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യന് ഈ ആയുസ്സും പോയി, അടുത്ത ആയുസ്സും പോയി, എന്നിട്ട് നരകത്തിൽ എന്തോ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ഉണ്ട്, അതിന്റെ പേര് അറബി ഭാഷയിൽ ഇമാം എന്നോട് പറഞ്ഞിരുന്നെന്ന്, അവിടെ പോയി വീഴും. അപ്പോ ആത്മഹത്യ ഇഹലോകവും പോയി പരലോകവും പോയി, പരലോകത്തിൽ പോയിട്ട് തന്നെ നരകത്തിൽ പോയിട്ട് അവിടെ എന്തോ ഒരു പ്രത്യേക സ്ഥലത്താണ് പോയി വീഴുന്നത്. വലിയ കഷ്ടപ്പാടുള്ള സ്ഥലമാണ്. അതാണ് മുസ്ലിങ്ങൾ ആത്മഹത്യ. ഞാൻ അമ്പരന്ന് പോയി. പ്രവാചകൻ 1500 കൊല്ലത്തിന് മുമ്പ് ആത്മഹത്യ തടയാൻ വേണ്ടി ഇത്ര ഭയങ്കരമായ ഒരു സിസ്റ്റം ഉണ്ടാക്കുകയാണ്. ഖാലിദ് ബിൻ വാലിദ് റോമാക്കാരുമായി നേരിടുകയാണ്. ഒരു പകുതി കഴിഞ്ഞപ്പോൾ യുദ്ധം പരാജയപ്പെടുന്നു മനസ്സിലായി. അപ്പോ അതിന്റെ മുമ്പിലത്തെ യുദ്ധത്തിൽ റോമൻ ജനറൽ ആത്മഹത്യ ചെയ്തു. തോക്കാൻ പോകുന്നുണ്ടപ്പം ആത്മഹത്യ ചെയ്തു. അപ്പോ കൂടുള്ളവർ പറഞ്ഞു, അങ്ങക്ക് ഇനി ആത്മഹത്യ രക്ഷയൊന്നുമില്ലാന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യില്ല. പരിശുദ്ധ പ്രവാചകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇഹലോകവും പോയി പരലോകവും പോയി നരകത്തിലും പോയി വീഴും, ആത്മഹത്യ ഇല്ല എന്ന് പറഞ്ഞു. വാലിദ് പറഞ്ഞപ്പോൾ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇസ്ലാമിക സൈന്യം റോമാക്കാരെ തോൽപ്പിച്ചു. ഇവിടെയാണ് അത്ഭുതം. ആത്മഹത്യാ പ്രവണത ഉള്ള ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഖാലിദ് ബിൻ വാലിദ് ആത്മഹത്യ ചെയ്തതിനായിരുന്നു. യുദ്ധരംഗത്ത് ഒരുപാട് സേനാനായകന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളാണ്, ആത്മഹത്യ ഇല്ലാതാണ് യുദ്ധം കണ്ടിന്യൂ ചെയ്തു, യുദ്ധം ജയിച്ചു. ഇത് ഇസ്ലാമിന്റെ വിശ്വാസം ഇതിൽ വലിയ അത്ഭുതമാണ്. അപ്പൊ ലോകമെങ്ങും ആത്മഹത്യ ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ഇല്ലാത്ത, ഡിപ്രഷൻ ഏറ്റവും കുറഞ്ഞത് മുസ്ലിങ്ങളുടെ ഇടയിലാണ്. അത് പ്രവാചകൻ ഉണ്ടാക്കിയ അത്ഭുതമാണ്. ആത്മഹത്യക്കെതിരെയുള്ള മനസ്സിൽ കൾട്ടിവേറ്റ് ചെയ്തു. ഇമാം പറഞ്ഞ നമ്മുടെ ഈ മുസ്ലിങ്ങളുടെ സ്കൂളുണ്ടല്ലോ, അതിന്റെ പേര് മദ്രസയെ വെച്ചിട്ട് ചെറുപ്പത്തിലെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. 2ാം ക്ലാസ് തൊട്ട് പിള്ളേരെ ഇത് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ ശ്ലോകം പഠിപ്പിക്കും, ഇത് പഠിപ്പിക്കും. അതുകൊണ്ട് കൊച്ചു കുട്ടിയുടെ മനസ്സിൽ പോലും ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്ന് ഉറച്ചാണ് അവൻ കയറി വരുന്നത്. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാത്തെന്ന് പറയുന്നത്. മദ്രസയെ വെച്ചിട്ട് ചെറുപ്പത്തിലെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങ് അത്ഭുതപ്പെട്ടുപോയി. കാര്യം ആ പ്രായത്തിൽ പോലും കുട്ടിയുടെ മനസ്സിലേക്ക് കയറ്റി കൃത്യമായിട്ട് വിടുകയാണ്. അപ്പൊ ഡോക്ടർമാർ ഇപ്പോൾ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്, 3 വയസ്സ് തൊട്ട് 8 വയസ്സുള്ള പ്രായമുണ്ട്. ആ പ്രായത്തിലാണ് മനുഷ്യന്റെ തലച്ചോറിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ ഈ സെർബെല്ലം എന്ന് പറയുന്നത് 100 ഗ്രാമേ ഉള്ളൂ. അത് 8 വയസ്സാവുമ്പോൾ തന്നെ സെർബെല്ലം 200 ഗ്രാം ആവും. അപ്പൊ ഈ മനുഷ്യന്റെ മനസ്സിലെ ഈശ്വരവിശ്വാസം, പ്രാർത്ഥന, സ്പിരിച്വാലിറ്റി ഇതൊക്കെ ഇരിക്കുന്നത് ഈ സെർബറത്തിലല്ല. സെർബം കൊണ്ട് ബുദ്ധി കൊണ്ട് ദൈവത്തെ കണ്ടെത്താൻ പറ്റിയല്ല, ഈ സെർബെല്ലത്തിലാണ്. ഹിന്ദുക്കൾ പറയുന്ന രാജയോഗം ഇരിക്കുന്നത് ഈ സെർബെല്ലത്തിലാണ്. അപ്പൊ ഈ സെർബെല്ലം 100 ഗ്രാം തൊട്ട് 200 ഗ്രാം ആവുന്ന ആ 3 വയസ്സ് 8 വയസ്സുള്ള പ്രായത്തിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഈശ്വരവിശ്വാസം ഉറപ്പിച്ചാൽ, പ്രാർത്ഥിക്കാൻ അവനെ പഠിപ്പിച്ചാൽ, ആ കുട്ടി മരണം വരെ പിന്നെ ഈശ്വരനെ വിട്ടു നിൽക്കുന്ന പ്രശ്നമില്ല. അവനൊരിക്കലും എത്തയിസ്റ്റ് ആവാൻ പറ്റിയല്ല, അവനൊരിക്കലും അഗ്നോസ്റ്റിക് ആവില്ല. അപ്പോൾ ഈ ഡോക്ടർമാർ കണ്ടുപിടിച്ച 3 വയസ്സ് 8 വയസ്സുള്ള കാലഘട്ടത്തിലാണ് മദ്രസയിൽ വരുന്ന ഒരു കുട്ടിയെ ഇമാം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ഖുർആൻ അങ്ങോട്ട് വായിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞ ആത്മഹത്യ ചെയ്താൽ ഇഹലോകവും പരലോകവും പോയി, നരകത്തിൽ ഇന്ന സ്ഥലത്ത് കൊണ്ട് വീഴും എന്ന് പറഞ്ഞു കൊടുക്കാൻ. അത് തലച്ചോറിൽ ഉറച്ച കുട്ടി ഒരിക്കലും ആത്മഹത്യയില്ല. ഇസ്ലാം വിശ്വാസികൾക്ക് ഡിപ്രഷൻ വളരെ കുറവാണ്, കാരണം വിശ്വാസത്തിന്റെ ഉറപ്പതാണ്. അങ്ങനെ വളരെ അത്ഭുതകരമായ ആത്മഹത്യാ പ്രിവെൻഷനിൽ പ്രവാചകൻ ചെയ്ത അത്ഭുതം എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഞാൻ പരിശുദ്ധ ഖുർആൻ 1 വർഷം 1 തവണ വായിച്ചു തീർക്കുക, ആദ്യം തൊട്ട് അവസാനം വരെ വായിച്ചു തീർക്കുക. ഞാൻ ഈ പദാനുപദ തർജ്ജമയേക്കാൾ ഉപരി ഞാൻ ഓരോ സെന്റൻസ് എടുത്തിട്ട് ഇങ്ങനെ ഡിസ്കസ് അതിൻ്റെ ചരിത്രം എന്താണ്, സോഷ്യോളജി എന്താണെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോകും. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ് അക്ഷരാഭ്യാസം ഇല്ലാത്ത അനാഥനായി ചെറുപ്പകാലം കഴിച്ചു കൂട്ടിയ ഒരു പ്രവാചകൻ 23 വർഷം കൊണ്ട് ലോക ചരിത്രത്തെ മാറ്റി മറിക്കുകയാണ്.
അവിടെയാണ് മൈക്കൽ ഗേറ്റ്സിന്റെ പ്രസിദ്ധമായ ഗ്രേറ്റ് 100-ൽ എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് 1-ാം സ്ഥാനത്ത് പരിശുദ്ധ പ്രവാചകൻ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ ലോകത്തിന് വെളിച്ചം നൽകിയ മഹാനായ പ്രവാചകന്റെ ഈ ജന്മദിനത്തിൽ ആ മഹാനായ പ്രവാചകനെ 16 തരത്തിൽ നമ്മൾ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കഴിയട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, എന്നെ ദൂരെ ഇരുന്ന് കേൾക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാവർക്കും നബിദിനത്തിന്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഇളയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്.